ഷാർപ്പ് എഡ്ജ് ചെയ്തിട്ടുള്ള കേക്കൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചില ആൾക്കാർക്ക് നല്ല നീറ്റായിട്ടുള്ള കേക്ക് എഡ്ജൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കില്ലേ, അതുപോലത്തെ കേക്കെല്ലാം ചെയ്തിട്ട് അതിൽ നല്ല നീറ്റായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടം. എന്നാൽ ചിലരുണ്ട് അങ്ങനെ അല്ലാതെ ഒരു ഫോൾട്ട് ലൈനൊക്കെ കൊടുത്തിട്ട് ടോപ്പൊന്നും അത്ര ക്ലിയർ ആക്കി എടുക്കാതെ അങ്ങനെ ചെയ്യുന്ന കേക്കിനോട് താല്പര്യമുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതിലുള്ളൊരു ഓർഡറാണ് എനിക്ക് വന്നിട്ടുള്ളത്. അതായത് ഒരു ഫോൾട്ട് ലൈൻ സൈഡിൽ കൊടുക്കാനുണ്ട്, ടോപ്പും ഒരു പാലറ്റ് നൈഫിൻ്റെ ഡിസൈനൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ എഡ്ജൊന്നും അത്ര ക്ലിയർ ചെയ്യാതെ കുറച്ച് ക്രീമൊക്കെ എങ്ങനെ മുകളിലേക്ക് തള്ളി നിൽക്കൂലേ, ആ ഒരു രീതിയിലുള്ള ഡിസൈൻ. അങ്ങനെ തള്ളി നിൽക്കുന്നത് സാധാ നമ്മൾ നീറ്റാക്കി എടുക്കുന്ന സമയത്ത് അത് നമ്മളങ്ങനെ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ ക്രീമെല്ലാം. ഇത് പക്ഷേ അങ്ങനെ എടുക്കേണ്ട, അത് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഈ ടൈപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ടോപ്പ് ഭാഗം ഇതേപോലെ പാലറ്റ് നൈഫ് കൊണ്ടുള്ള ഡിസൈൻ കൊടുത്തതിന് ശേഷം, അപ്പോൾ നമ്മളിങ്ങനെ പാലറ്റ് നൈഫ് സൈഡിലെത്തുമ്പോൾ കുറച്ച് പുറത്തേക്ക്, നമ്മളെ കേക്കിനേക്കാളും കുറച്ച് പുറത്തേക്കായിരിക്കും ക്രീം വന്ന് നിൽക്കുന്നത്. പിന്നെ നമ്മൾ സൈഡ് ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ക്രീം മുകളിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ അത് അങ്ങനെ തന്നെ നിർത്തിക്കണം. അതും ഒരു ഡിസൈനാക്കി എടുക്കുന്ന കേക്കുകളും ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ടൈപ്പാണിത്. പിന്നെ സൈഡിലൊരു ഫോൾട്ട് ലൈനാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരു 1/2 kg കേക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്രയും തിക്കായിട്ടുള്ള രീതിയിലല്ല ഞാൻ കൊടുക്കുന്നത്. സാധാ ഫോൾട്ട് ലൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കുറച്ച് വലുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്താണെങ്കിൽ അത് കേക്ക് താഴ്വശത്ത് കൊടുക്കുന്ന ക്രീം, അതായത് ബോർഡിൻ്റെ ആ ഭാഗത്താണല്ലോ നമ്മൾ ഫോൾട്ട് ലൈൻ കൊടുക്കുന്നത്, എവിടെയാണോ കൊടുക്കുന്നത് ആ ഭാഗത്തേക്ക് കുറച്ച് ക്രീം മാത്രം കൊടുത്തിട്ട് ബാക്കി ഭാഗത്ത് നല്ല രീതിയിൽ ക്രീം കൊടുക്കണം. അല്ലെങ്കിൽ ക്രീം നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന ക്രീം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. സാധാരണ അങ്ങനെ തള്ളി നിൽക്കണം, പക്ഷേ കേക്കിൻ്റെ ഒരു ഷേപ്പ് വ്യത്യാസമുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത് കൊടുത്തിട്ടുള്ള ക്രീം ഞാൻ അധികം കട്ടിക്കല്ല കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആദ്യം കൊടുത്ത ക്രീം ഞാൻ സാധാ ചെയ്യുന്ന പോലെ തന്നെ നോർമലി കൊടുക്കുന്ന അതേ അളവിൽ തന്നെയാണ് ക്രീം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന ക്രീം നല്ല കട്ടിക്കാണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം കൊടുക്കുന്ന ക്രീം ഏത് ഭാഗത്താണോ ഈ രണ്ടാമത് കൊടുക്കുന്നത് അവിടെ കുറച്ച് അളവ് കുറച്ചിട്ട് കൊടുത്താൽ മതി, ഒന്ന് നൈസാക്കി കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ആദ്യം കൊടുത്ത ക്രീം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ട് രണ്ടാമത് ഒരു തിന്നായിട്ടുള്ള ഒരു ലെയർ മാത്രമേ രണ്ടാമത്തെ ക്രീം കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ 2 ഹാർട്ട് അവിടെ ഷേപ്പർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഗോൾഡൻ ഡസ്റ്റ് വെച്ച് ഒന്ന് പച്ചവെള്ളത്തിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ആ ഫോൾട്ട് ലൈൻ ഉണ്ടല്ലോ അതിലും കൂടി ഈ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാറ്റർ എഴുതാനുള്ളത് എഴുതി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ചെയ്തിട്ടുള്ളത് ഒരു 1 kg റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ക്രം കോട്ട് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് രണ്ടാമത് ഒന്നൊന്ന് ഐസിങ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഷാർപ്പ് എഡ്ജൊക്കെ ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. അത് ചെയ്തതിന് ശേഷം സൈഡിൽ ഇതേപോലെ റെഡ് കളർ കൊണ്ടൊന്ന് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ട്, ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കസ്റ്റമർ എനിക്ക് എടുത്ത് അയച്ചു തന്നിട്ട് അതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സൈഡിൽ ഇതേപോലെ ഒരു ബോർഡർ പോലെ കൊടുത്തതിന് ശേഷം അത് കാർഡ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ആ ഡിസൈൻ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ റെഡ് കളറും വൈറ്റും കൂടി ഇങ്ങനെ വരുന്നതിൽ അങ്ങനെ ഒരു ലൈനും കൂടി വന്നപ്പോൾ സൈഡ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓരോ തവണ ചെയ്തിട്ടും ഫോർക്കൊന്ന് തുടച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ആ വൈറ്റ് ക്രീമല്ലേ അതേ ക്രീം തന്നെയാണ് നമ്മൾ രണ്ടാമത് കൊണ്ടുവന്ന് ആ റെഡ് കളറിൽ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ലൈൻ അങ്ങനെ വൈറ്റിൻ്റെ ഒരു കളർ മിക്സ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആവുന്നതിന് കുഴപ്പമില്ലെങ്കിൽ നമ്മൾ തുടയ്ക്കണമെന്നില്ല, അല്ലാതെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ തുടച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കങ്ങനെ ആ ഒരു വൈറ്റും കൂടി ആ റെഡിൽ മിക്സ് ആവുന്നത് അത്ര നല്ലതല്ല എന്ന് തോന്നിയതുകൊണ്ട്, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നിയതുകൊണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് അതേപോലൊരു ഡിസൈൻ കൊടുത്തിട്ട് ഞാൻ ഗ്രാസ് നോസിലുണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു സൈഡ് ഫുള്ളായിട്ട് ഇതേപോലൊരു പുല്ലിൻ്റെ ഒരു എഫക്റ്റ് വരുന്ന രീതിയിൽ ഒന്ന് മുകളിലേക്ക് വലിച്ചൊന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ സൈഡിൽ നോസിലിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് ക്രീം വന്ന് നിൽപ്പുണ്ടാവും. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ തുടച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് അങ്ങനെ ക്രീം ഇരിക്കുന്നത് വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ അതിങ്ങനെ മുകളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ഒരു പുല്ലിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതങ്ങനെ വരില്ല, അതങ്ങനെ പതിഞ്ഞ് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തുടച്ചു കൊടുത്തതിന് ശേഷം സൈഡിൽ ഫുള്ളായിട്ട് ഇതിങ്ങനെ കൊടുക്കുക. ടോപ്പിൽ ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ബോർഡിലും കൂടി കുറച്ച് അതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1-2 ഫ്ലവർ അതിൽ നിർത്താമെന്നുള്ള രീതിക്കാണ് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഒരു ഫ്ലവറിനുള്ള സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ.